തൊടുപുഴ തൊമ്മൻകുത്ത് നാരങ്ങാനത്തെ കുരിശു പൊളിച്ച സംഭവത്തിൽ മുഖ്യമന്ത്രി പുലർത്തിയ നിശബ്ദത സർക്കാരിന്റെ ശോഭ കെടുത്തിയെന്ന് കത്തോലിക്ക കോൺഗ്രസ് ഇടുക്കി രൂപതാ പ്രസിഡന്റ് ജോർജ് കോയിക്കൽ. ഇടുക്കി ജില്ലയിൽ സന്ദർശനം നടത്തിയ മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനങ്ങളിൽ തങ്ങൾ പ്രതീക്ഷ പുലർത്തിയിരുന്നു. വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ നിയന്ത്രിക്കാനാവാത്ത സർക്കാരാണ് ഇത്. വന്യമൃഗ ആക്രമണം മൂലം ജീവനും സ്വത്തും കൃഷിദേഹണ്ഡങ്ങളും നഷ്ടപ്പെടുന്നവരുടെ ഗതികേടിലും കുരിശു പൊളിച്ച സംഭവത്തിൽ ബോധപൂർവം മൗനം പാലിച്ച തന്നിഷ്ടക്കാരായ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് പ്രോത്സാഹനം നൽകിയ മുഖ്യമന്ത്രിയുടെ നിലപാടിലും ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുന്നതായും ജോർജ് കോയിക്കൽ പറഞ്ഞു. തൊടുപുഴയ്ക്കടുത്ത് തൊമ്മൻകുത്തിലെ നാരങ്ങാനം പ്രദേശത്ത് കൈവശ ഭൂമിയിൽ സ്ഥാപിച്ചിരുന്ന കുരിശു തകർക്കുകയും വലിയ നോമ്പാചരണത്തിൻ്റെ ഭാഗമായി വിശ്വാസികൾ നടത്തിയ കുരിശിൻ്റെ വഴി തടയുകയും ചെയ്ത സംഭവത്തിൽ ക്രിസ്തുമത വിശ്വാസികൾക്കുള്ള ശക്തമായ പ്രതിഷേധം മുഖ്യമന്ത്രി ജില്ല സന്ദർശിച്ചപ്പോൾ അദ്ദേഹത്തെ നേരിട്ടറിയിക്കുകയുണ്ടായി. എന്നാൽ ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി മൗനം പാലിച്ചു. പൊതുസമ്മേളനത്തിൽ ഒരക്ഷരം പോലും ഇത് സംബന്ധിച്ച് പരാമർശിച്ചിട്ടില്ല എന്നുള്ളത് ജനങ്ങൾക്കിടയിൽ ഈ ഗവൺമെൻറ്റിൻ്റെ ശോഭ കെടുത്തും വിധമുള്ള വലിയ അവമതിപ്പിന് ഇടയാക്കിയിട്ടുണ്ട്. സംഭവസ്ഥലം സന്ദർശിച്ച പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി പ്രദേശവാസികളുമായി സംസാരിക്കുകയും ജനങ്ങളുടെ പ്രതിഷേധം മനസ്സിലാക്കുകയും കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ രൂക്ഷമായ പരാമർശങ്ങൾ നടത്തുകയും ചെയ്തതാണ്. ജില്ലാ സെക്രട്ടറി തീർച്ചയായും ഇക്കാര്യം മുഖ്യമന്ത്രിയെ ധരിപ്പിച്ചിട്ടുണ്ട് എന്നാണ് ഞങ്ങൾ കരുതുന്നത്. എന്നിട്ടും മുഖ്യമന്ത്രി മൗനം പാലിച്ചതിലെ ദുരൂഹത വലിയ ആശങ്കയ്ക്ക് ഇടവരുത്തിയിട്ടുണ്ട്. ഇതിനു മുമ്പ് നിരവധി സ്ഥലങ്ങളിൽ ഇത്തരം കുരിശുകൾ നശിപ്പിച്ച സംഭവങ്ങളുണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് പാപ്പാത്തിച്ചോലയിലെ കുരിശ് നശിപ്പിച്ചപ്പോൾ മുഖ്യമന്ത്രി അതിശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിയതാണ്. ഗവൺമെൻറ്റുമായി കൂടിയാലോചിക്കാതെ ഉദ്യോഗസ്ഥർ നടത്തുന്ന ഇത്തരം ഹീനമായ പ്രവർത്തനങ്ങൾ അത് ഗവൺമെൻറ്റിനെ സാരമായി ബാധിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു വച്ചിട്ടുള്ളതാണ്. നാരങ്ങാനത്തെ കുരിശു തകർത്ത സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുവാൻ സർക്കാർ തയ്യാറാകണം. ജനവിശ്വാസം ആർജിക്കുവാൻ അത് ഉപകരിക്കും എന്ന് ഓർമ്മിപ്പിക്കുകയാണ്.